ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം, അതായത് അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസിനെ കുറിച്ച് അറിയാം. എന്താണിത്? നെഗ്ലേറിയ ഫൗലേറി എന്നുള്ള അമീബിയ, ഫ്രീ ലിവിങ് ആയിട്ടുള്ള അമീബിയാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഇത് കണ്ടുവരുന്നത് നദികളിലും അതേപോലെ തടാകങ്ങളിലും ഹോട്ട് സ്പ്രിങ്സിലും ശുചിത്വം പാലിക്കാത്ത നീന്തൽ കുളങ്ങളിലും ഒക്കെ ഈ അമീബ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ നമ്മൾ കുളിക്കുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ വെള്ളം നമ്മുടെ മൂക്കിലൂടെ തലച്ചോറിലെത്തുകയും തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന് പറയുന്നതാണ് ബ്രെയിൻ ഈറ്റിംഗ് അമീബിയ എന്നും ഈ അമീബിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നദികളിലോ ഇങ്ങനെയൊക്കെ കുളിച്ച് ഈ അമീബ നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറി എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുന്നത്? അതായത് ഹെഡേക്ക് ഉണ്ടാകും, നോസിയ, വൊമിറ്റിങ്, പനി, പിന്നെ അതിശക്തമായ എന്താ പറയുക, നെക്കിനുള്ള ഒരു സ്പാസം, ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാകും, റിജിഡിറ്റി ഉണ്ടാകും, കരുത്തൊക്കെ മൂവ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. അതായത് മെനിഞ്ചൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഇതിന്. പിന്നെ സീഷേഴ്സ്, ഫിറ്റ്സ് ഉണ്ടാകാം, ആളുടെ കോൺഷ്യസ്നെസ്സിനുള്ള ഒരു വ്യത്യാസം, കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡ്രൗസിനെസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. പോകെ നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് പോയില്ല എന്നത് കോമയിലോട്ട് ചെല്ലുകയും പിന്നെ ഡെത്ത് സംഭവിക്കുകയും ചെയ്യുന്നു. പിന്നെ ഇത് കൂടുതലും നമ്മൾ കുട്ടികളിൽ പെട്ടെന്ന് കയറി പിടിക്കും. അതായത് കാരണം അവരുടെ മൂക്കിൻ്റെ പാടം ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലായതുകൊണ്ട് ഈ വെള്ളം പെട്ടെന്ന് എത്തുകയും കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ. പിന്നെ ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഫോട്രിസിൻ പോലെയുള്ള അല്ലെ ആൻറ്റി മൈക്രോബിയൽസിലൂടെയാണ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ മാനേജ്മെൻറ്റ് അത്രയൊരു ഭയങ്കരമായ നല്ലൊരു പ്രൊഗ്നോസിസ് ഈ ഒരു മസ്തിഷ്ക ജ്വരത്തിന് ഇല്ല. ഇപ്പോൾ 4 കേസ് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 3 ഡെത്ത് സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു പ്രിവെൻഷനാണ്. ഈ പ്രിവെൻഷൻ നമുക്ക് എങ്ങനെ നേടാം? അതായത് ഇങ്ങനെയുള്ള നദികളിൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കേരള പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് നദികളും തടാകങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ അവിടെ പോയി കുളിക്കാതിരിക്കുക, കളിക്കാതിരിക്കുക. അതേപോലെ തന്നെ ക്ലോറിനേഷൻ, സ്വിമ്മിംഗ് പൂളിലൊക്കെ ഉള്ളതാണെങ്കിൽ ക്ലോറിനേഷൻ ഉറപ്പ് വരുത്തുക. പിന്നെ അവബോധമില്ലായ്മയാണ്. അതായത് ഇതിനെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്കില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയർനെസ് ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുന്നതിലൂടെ ഇങ്ങനെയുള്ള രോഗങ്ങളെക്കുറിച്ച് ഒരു അറിവ് ലഭിക്കുകയും നമുക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കൂടുതൽ അഡീഷണൽ വേണം, അല്ല ഞാൻ എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കുക. തീർച്ചയായും വീഡിയോ കാണുക, പ്രോത്സാഹിപ്പിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.